പെൺവാണിഭത്തിന്റെ ഒക്കെ മറയാണ് ട്രാവൽ ഏജൻസിയും ബ്യൂട്ടി പാർലറും ഒക്കെ. പക്ഷേ ടീച്ചറെ ചന്ദ്രസേനെ വിവാഹം കഴിച്ചു കൊടുക്കുന്നോണ്ട് രാഹുലിന് എന്താ നേട്ടം? ഒന്നും കാണാതെ അവനിങ്ങനെ നിർബന്ധിക്കില്ലല്ലോ. അവന് നേട്ടമുണ്ട്. രാഹുലിന്റെ പേരിൽ ഡ്രഗ് ട്രാഫിക്കിന് മാത്രമല്ല, വാഹനമോഷണം പോലുള്ള നിരവധി കേസുകളുണ്ട്. അതിന്റെ എല്ലാം വിവരങ്ങൾ ആ ചന്ദ്രസേനന്റെ പക്കലുണ്ടെന്ന് രാഹുലിനറിയാം. അതായത് രാഹുലിനെ ഒരു ജീവിതകാലം മുഴുവൻ ജയിലഴിക്കുള്ളിലിടാനുള്ള വിവരങ്ങൾ ചന്ദ്രസേനന്റെ കയ്യിലുണ്ട്. മറ്റൊരു മെച്ചം സംഘത്തിലുള്ള സ്ഥാനമാണ്. ചന്ദ്രസേനന്റെ ഭാര്യ സഹോദരൻ എന്ന നിലയിൽ കൊച്ചി റാക്കറ്റിൽ അവൻ ഉയർന്ന സ്ഥാനം കിട്ടും. ഇതൊക്കെ കൊണ്ടാണ് അവൻ എന്നെ ചന്ദ്രസേനന് കൊടുക്കാൻ തീരുമാനിച്ചത്. ജാമ്യത്തിലിറങ്ങിയ ചന്ദ്രസേനൻ ഒരു ദിവസം വീട്ടിലെത്തി. രാഹുൽ അയാളോ? അയ്യോ, വാതിൽ തുറക്കണ്ട. പിന്നെ അവർ വഴക്കുണ്ടാക്കാനോ മറ്റോ വന്നാണെങ്കിലോ? നിങ്ങൾ രാമേന്ദ്രനെ വിളിച്ച് 2-3 പേരെയും കൂട്ടി ഇങ്ങോട്ട് വരാൻ പറ. എന്നിട്ട് തുറന്നാ മതി. എന്താ മാവാ തുറക്കാനൊരു താമസം? ബെല്ല് കേട്ടാലുടനെ ഓടി വന്ന് നോക്കാൻ എനിക്ക് നിന്റെ പ്രായമൊന്നുമല്ലല്ലോ. വയസ്സായി വരിക. ഇദ്ദേഹത്തെ മറന്നിട്ടൊന്നുമില്ലല്ലോ അല്ലേ? പരിചയമില്ലാത്ത പോലെ അമ്മ ഭാവിക്കുന്ന കണ്ടു, അതുകൊണ്ട് ചോദിച്ചതാ. എങ്ങനെ മറക്കാനാ? കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഫോട്ടോ ഉണ്ടായിരുന്നതല്ലേ? അകത്തേക്ക് വരാലോ അല്ലേ? അല്ലെങ്കിൽ തന്നെ അനുവാദം ചോദിച്ച് അകത്ത് കയറാൻ ഇത് അന്യ വീടൊന്നുമല്ലല്ലോ. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ വീടല്ലേ? സായിപ്പിന്റെ ഭാഷയിൽ പറഞ്ഞ ഇൻലോസ് ഹൗസ്. ഇനി എന്തായാലും അങ്ങനെ കരുതണ്ട. അനുവാദം ചോദിച്ച് മാത്രം അകത്ത് കിടക്കേണ്ട അന്യ വീടായിട്ട് കണ്ടാൽ മതി. അതെന്താ മാവാ ഇപ്പൊ അങ്ങനെ ഒരു മനംമാറ്റം? എന്നെ കുറിച്ച് എന്തോ ചില തെറ്റിദ്ധാരണകളുണ്ടെന്ന് രാഹുൽ പറഞ്ഞു. പിച്ചക്കാരന് നിന്റെ തന്ത. തന്തയ്ക്ക് വിളിക്കുന്ന പിച്ചക്കാരനോ വല്ല കള്ളനുമായിരിക്കും മോളെ. എവനാണോ? ഇവനെ കണ്ടാ തന്നെ ഒരു അവലക്ഷണമാണല്ലോ. കള്ളം തന്നെയായിരിക്കും അമ്മേ. ആ നോട്ടം കണ്ടില്ലേ? അതെ അമ്മായി. അമ്മായിയോ? ആരാ നിന്റെ അമ്മായി? അവന്റെ ഒരു അഹന്ത കണ്ടില്ലേ? എന്റെ ഈ മുഖത്ത് നോക്കി അമ്മായിന്നോ? ഓടാ പിച്ചക്കാരാ. എന്റെ പൊന്നമ്മായി, ഞാൻ പിച്ചക്കാരനൊന്നും അല്ല. പിന്നെ പന്നനോ? അത് നിന്നെ കണ്ടാലേ അറിയാം നീ ഒരു പന്നനാണെന്ന്. എന്റെ വായിരിക്കുന്ന പുളിച്ച തെറിയാക്കണ്ടെങ്കിലേ മിണ്ടായിരുന്നോ? വന്നപ്പോ പോലെ തുടങ്ങിയതാ കൊമ്പും കുലിക്കൊരു മെക്കിട്ട് ഇറക്കാം. അമ്മ ഇങ്ങ് പോരും. അതേതോ ഭ്രാന്തനാന്ന് തോന്നുന്നു. ഒന്നും പറയാൻ എനിക്ക് തോന്നുന്നു മോളെ ഏതോ ഭ്രാന്തനാണെന്ന്. കണ്ടാ തന്നെ അറിയില്ലേ? കുളിക്കത്തുമില്ല നനയ്ക്കത്തുമില്ല. അടുത്ത ആഴ്ച അമ്മായി അങ്ങോട്ട് വാ. നീ ചെന്ന് ദേവനെ വിളിച്ചോണ്ട് വാ. എന്താ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്, ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഒടുക്കത്തെ ഇംഗ്ലീഷാ. ഇംഗ്ലീഷിലായിരുന്നു ഇങ്ങെടുത്തു. ഉയ്യോ തന്നല്ലേ. ഈ ഇംഗ്ലീഷും മലയാളം ഒക്കെ കണക്ക് തന്നെയല്ലേ നമുക്ക്? അയച്ചത് ആരാന്ന് ഒരു പിടിയും കിട്ടുന്നില്ലേ? ഞാനിത് കുറെ നേരമായിട്ട് ആലോചിക്കുക. എന്നാലും ഇതെനിക്ക് ആരായിരിക്കും അയച്ചു തന്നത്? എന്ത് രസാ. ഇത് എനിക്ക് വേണ്ടി വാങ്ങിയ വാലന്റൈൻസ് ഡേ സമ്മാനം അല്ലേ? ഓൺലൈനിൽ വരുത്തിയതാ. അത് തന്നെ. നീ അപ്പുറത്ത് പോയിക്കേ. എന്റെ കയ്യിൽ എന്ത് കണ്ടാലും നിനക്ക് വേണം. എന്താ ഒന്ന് പോയിക്ക വേണേ? എന്തായാലും എനിക്ക് വാങ്ങിച്ചതല്ലേ, എന്നാ പിന്നെ ഇനി തന്നൂടെ? ഇത് നിനക്ക് വാങ്ങിച്ചൊന്നുമല്ല. നിനക്കൊരു മാങ്ങാത്തൂരും തരാൻ പോകുന്നില്ല. പോ. സൂപ്പർ ആയിരുന്നു കേട്ടാ. ഒരു സംശയമാണ്, ഇതാരോ അണ്ണനിട്ട് ചൂണ്ടയിട്ടത്? അതൊന്നുമല്ലടാ.
ഇത് ചിലപ്പോ അഡ്രസ് തെറ്റി വന്നാണെന്ന് എന്റെ സംശയം. അഡ്രസ്സ് തെറ്റിയൊന്നുമല്ല. അഡ്രസ്സ് ശരിയാണെന്ന് ഉറപ്പാകാതെ അവര് സാധനം തരത്തൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ വേറെ ആരുണ്ട് ഈ മാർത്താണ്ഡപുരത്ത് അണ്ണന്റെ പേരുള്ള? എനിക്ക് തന്നെയാണെങ്കിൽ പിന്നെ ഇത് ആരാഴ്ചയായിരിക്കൂടാ. അതിങ്ങടുത്തേ. സുനന്ദേ നോക്ക്, ഇതെങ്ങനെയുണ്ട്? ഇത് കൊള്ളാം, ഒരു വെറൈറ്റി ലുക്ക് ഉണ്ട്. മറ്റെന്തോ ട്രഡീഷൻ ആണല്ലേ? ശരിയാ, ഇതിനൊരു പുതുമയുണ്ട്. കളർ കൊള്ളാം, പാറ്റേണും കൊള്ളാം. ഇത് തന്നെ അങ്ങ് എടുത്താലോ? എനിക്കിതാ ഇഷ്ടപ്പെട്ടത്. ഇത് പുതിയതായി വന്ന ഡിസൈനാണ് മാഡം. ഈ ഒരൊറ്റ പീസേ ഇനി ബാക്കിയുള്ളൂ. മാഡത്തിനെ പോലെ തന്നെ ഇത് കണ്ടവരെല്ലാം ഇത് മതിയെന്ന് പറഞ്ഞു വാങ്ങിക്കൊണ്ടുപോയി. ഇത് പാക്ക് ചെയ്ത് വെച്ചോളൂ. ശരി മാഡം. സ്കേർട്ടൊക്കെ ഇതാ അവിടെ. ഒന്ന് നോക്കിക്കോട്ടെ മാഡം പ്ലീസ്. ഒന്ന് നോക്കട്ടെന്നേ. ഇങ്ങനെ തിരക്ക് കൂട്ടാതെ. ഞാൻ ഇതെടുത്തോണ്ട് ഓടത്തൊന്നുമില്ല. ദാ പാക്ക് ചെയ്തേരെ. മുകളിൽ നിന്ന് ഞങ്ങൾ വേറെയും ഡ്രസ് എടുക്കുന്നുണ്ട്. ബില്ല് അതിന്റെ കൂടെ ഒന്നിച്ചെടുത്താൽ മതി. അയ്യോ മാഡം, ഇത് വേറൊരു കസ്റ്റമർ വാങ്ങിയതാ. എന്നിട്ട് ഞാനത് എടുത്തു നോക്കിയപ്പോ നിങ്ങളത് പറഞ്ഞില്ലല്ലോ. അവർക്ക് വേണ്ടി പാക്ക് ചെയ്യാനായി ഞാൻ മടക്കിക്കൊണ്ടിരുന്നപ്പോഴല്ലേ മാഡം ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞത്. പാറ്റേൺ നോക്കാനാണെന്നാ ഞാൻ കരുതിയത്. സോറി മാഡം. എനിക്ക് നിങ്ങളുടെ സോറി ഒന്നും വേണ്ട. സാരിയാ വേണ്ടത്. സാരി വേറെ നോക്കാം മാഡം, നല്ല ഡിസൈൻസ് ഉണ്ട്. എനിക്ക് വേറെ ഡിസൈൻ അല്ല വേണ്ടത്, ഈ ഡിസൈനാ. സോറി, ഇത് വേറെ സ്റ്റോക്ക് ഇല്ല മാഡം. ലാസ്റ്റ് പീസ് ആയിരുന്നു. എങ്കിലാ ലാസ്റ്റ് പീസ് എനിക്ക് തന്നേക്ക്. വില കൂട്ടാനുള്ള അടവാണോ? എന്നാലും സാരമില്ല. 50 or 100 കൂടുതൽ തന്നേക്കാം. അയ്യോ മാഡം, അത് ശരിയല്ലല്ലോ. അവര് പാക്ക് ചെയ്യാൻ. അതൊന്നും എനിക്കറിയണ്ട. ഈ സാരി എനിക്ക് വേണം. മാഡം പ്ലീസ്, എന്നെ വിഷമത്തിലാക്കരുത്. അതിങ്ങി തരൂ. ഇത് തരുന്ന പ്രശ്നമില്ല. അവർക്ക് നിങ്ങൾ വേറെ സാരി കൊടുത്തോ. എന്നിട്ട് വേണേലും 100 or 200 അവരോട് കൂടുതൽ വാങ്ങിച്ചോ. അവര് സമ്മതിച്ചാൽ ഈ പീസ് മാഡത്തിന് തരാം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. എന്താ ഇവിടെ ഒരു ബഹളം? വല്ലിയുടെ കൂടെ ആ ടൈലറുടെ അടുത്തൊന്ന് പോകാൻ ഞാനൊന്ന് ആയമ്മയോട് പറഞ്ഞുപോയി. അതിന്റെ ബഹള. ഞാൻ ഒരു ബഹളവും വെച്ചില്ല. അടുക്കളയിൽ പിടിപ്പത് പണിയുള്ളത് കൊണ്ട് ഇപ്പൊ പോകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. എന്നു പറഞ്ഞാൽ ഇവരുടെ സൗകര്യത്തിന് നമ്മൾ നിന്നോളണമെന്ന്. ഈ വീട്ടിലല്ലാതെ വേറൊരു വീട്ടിലും ഇത് നടക്കില്ല. വേലക്കാര് പറയുന്നത് കേട്ട് ഉടയോൻ ജീവിച്ചോളണമെന്ന്. നല്ല കഥ. ആയമേ, ഒന്ന് വേഗം പോയിട്ട് വാ. സംസാരിച്ചു നിന്ന് നേരം കളയൊന്നും വേണ്ട. സംസാരിക്കുമ്പോഴും ഞാൻ ഓരോരോ ജോലികൾ ചെയ്യാം, നേരം കളയുന്നൊന്നുമില്ല. കണ്ടോ കണ്ടോ, ഇതിന്റെ അർത്ഥം എന്താ? നമ്മൾ ജോലിയൊന്നും ചെയ്യാതെ വെറുതെ നടക്കുവാന്ന്. ആയമയോട് വേഗം പോകാനല്ലേ പറഞ്ഞത്, തർക്കിച്ച് നിൽക്കാനല്ല. ഓ ശരി. വല്യല്ല വള്ളി, ആളുകളെ വീഴ്ത്താൻ കാലി ചുറ്റുന്ന പള്ളി. ഇന്ന് തന്നെ ചെയ്ത് കിട്ടുവോ ആവോ. പുതിയതൊക്കെ വാങ്ങിയെന്ന് പറഞ്ഞാലും ഒരെണ്ണം പോലെ ഇതുവരെ ഇടാൻ പറ്റാത്തോണ്ട് വല്ലിക്ക് വലിയ സങ്കടാ. ഇന്നിനി എന്തായാലും കിട്ടില്ല. ഓരോന്ന് ഇട്ടു നോക്കിട്ട് വേണം അളവെടുക്കാൻ. എല്ലാം വെവ്വേറെ പാറ്റേണുകളാ. അതനുസരിച്ച് വേണം ഷേപ്പ് ചെയ്യാൻ. കേട്ടല്ലോ? ആ ടൈലർ എങ്ങനെ, തിരക്കുള്ള ആളാണോ? ഞാൻ അയാളുടെ വരവ് ചെലവൊന്നും നോക്കിയിട്ടില്ല. ഞാൻ ചെല്ലുമ്പോഴൊക്കെ പണിത്തിരക്കിലാ കണ്ടിട്ടുള്ളത്. ഇന്ന് തന്നെ ചെയ്തു കിട്ടുമോന്നറിയാനാ ചോദിച്ചത്. അത് അയാളോട് ചോദിക്കണം. അയാളുടെ ജോലി തിരക്ക് അയാൾക്കല്ലേ അറിയൂ. എങ്കിൽ നാളെ എങ്കിലും ചെയ്തു തരാനൊന്ന് പറയണം. പറഞ്ഞു നോക്കാം. ആഹാ, ഇതൊക്കെ ഇവളെ കൊണ്ട് എടുപ്പിക്കാനാണോ പരിപാടി? കണ്ടാ തോന്നും നിങ്ങൾ മുതലാളിച്ചിയും അവള് ബാല്യക്കാരിയാണെന്ന്. മോളെ, 2-3 കവർ ഇവർക്ക് കൊടുക്ക്. ഈ അമ്മയ്ക്ക് എന്താ? ഞാൻ പിടിച്ചോളാന്നേ. ഇത് അധികം വെയിറ്റ് ഒന്നുമില്ല. നിന്നോട് കൊടുക്കാനാ പറഞ്ഞത്. ഇങ്ങോട്ടെട്. ദാ പിടിക്ക്. നാക്കിന്റെ ബലം കൈക്കും കൂടി ഉണ്ടോന്ന് നോക്കട്ടെ. ദേവന് പ്രസാദം കൊടുത്തു എന്ന് പറഞ്ഞില്ലേ, അവളാണിവൾ.